എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. വടക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വളപട്ടണം പുഴയുടെ തീരത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തപ്പനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. മുത്തപ്പൻ കുടുംബത്തിലെ തീയാന്മാരാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെല്ലാം ചെയ്യുന്നത്. ചില പ്രത്യേക സമയങ്ങളിൽ ബ്രാഹ്മണരും അതുപോലെ മടയന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ശ്രീകോവിലിലെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല, അതൊരു മടപ്പുരയാണ്. മടപ്പുര എന്ന് വെച്ചാൽ മുത്തപ്പൻ കുടികൊള്ളുന്ന സ്ഥലം, അല്ലെങ്കിൽ മുത്തപ്പൻ വാഴുന്ന സ്ഥലം, മുത്തപ്പൻ്റെ ആരാധനാലയം എന്നിങ്ങനെ പലതരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കാം. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ദിവ്യശക്തികളുടെ ഒരു മൂർത്തിഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവപ്പനെന്നും വെള്ളാട്ടമെന്നും ഈ പ്രതിഷ്ഠയെ അറിയപ്പെടുന്നു. തികച്ചും വ്യത്യസ്തമായി മറ്റൊരു രീതിയിലാണ് ഈ ക്ഷേത്രത്തിലെ ആചാരരീതികൾ. ഇവിടുത്തെ പ്രതിഷ്ഠയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പതിവ് വഴിപാടുകളായ മത്സ്യം, മാംസം, കള്ള് എന്നിവയാണ് നിവേദ്യമായി ഇവിടെ അർപ്പിക്കുന്നത്. ഈ പുഴയിൽ ദേഹശുദ്ധി വരുത്തിയാണ് വരുന്ന ഓരോ ഭക്തനും ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത്. വളപട്ടണം പുഴയാണ് ഈ കാണുന്നത്. ഈ പുഴയിലൂടെ ഒരു ഉല്ലാസയാത്ര ബോട്ടാണ് അവിടെ നിന്ന് വരുന്നത്. ഈ ക്ഷേത്രത്തിൽ നായ്ക്കളെ വളരെ പവിത്രമായാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് ധാരാളം നായ്ക്കളെ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശവും വെങ്കലത്തിൽ തീർത്ത 2 നായ്ക്കളുടെ ശില്പങ്ങൾ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അംഗരക്ഷകരെ പ്രതീകപ്പെടുത്തുന്ന ശിവൻ്റെ അവതാരമാണെന്നാണ് വിശ്വസിക്കുന്നത്. വടക്കൻ കേരളത്തിലെ നാടൻ കലാരൂപമായ തെയ്യം ദിവസവും കെട്ടിയാടുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഞങ്ങളുടെ മൂകാംബിക യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങൾ ആദ്യം പോയത് കാടാമ്പുഴ ശ്രീ ദേവി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ നേരിട്ട് കണ്ണൂരുള്ള ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തിയത്. ഇവിടുത്തെ ദർശനം കഴിഞ്ഞാണ് ഞങ്ങൾ നേരെ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. കണ്ണൂരിലെ വളരെ പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കഴിയുമെങ്കിൽ എൻ്റെ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രസാദമാണ് ഇപ്പം നമ്മളീ കാണുന്നത്. വാഴയിലയിൽ പുഴുങ്ങിയ കടലയും നാളികേര കൊത്തും ഒരു ഗ്ലാസ് ചായയും. ഇവിടെ വരുന്ന ഭൂരിഭാഗം ഭക്തരും ഈ പ്രസാദം കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്.